ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. 12 ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഞാനിവിടെ തിളയ്ക്കാനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു 3 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ ക്ലീനായി എടുത്തേക്കുന്ന ബസ്മതി റൈസ് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 90% കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റൈസ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബസ്മതി റൈസ് അത്യാവശ്യം നീളത്തിലുള്ള അരി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 90% കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മളിനി വെജിറ്റബിൾസിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ബാക്കി 10% കൂടി നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു 90% കുക്ക് ചെയ്തെടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഞാനിവിടെ ഒരു പച്ച കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ബീൻസ് 1/2 കപ്പ്, ക്യാബേജ് 1/2 കപ്പ്, ക്യാരറ്റും 1/2 കപ്പാണ് ഇട്ട് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഒണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാനിവിടെ അത്യാവശ്യം കുഴിയുള്ള ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈഡ് റൈസ് തയ്യാറാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി എല്ലാ പച്ചക്കറികളും ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒണിയനും കൂടിയും ചേർത്ത് കൊടുക്കണം. നമ്മുടെ സവാള ഞാൻ ഈ സമയത്താണ് സവാളയുടെ കാര്യം ഓർത്ത് തന്നെ. അപ്പോൾ ഈ സമയത്തായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാണ്. അതുകൊണ്ടാണ് നേരത്തെ വെജിറ്റബിൾസ് കാണിച്ച കൂട്ടത്തിൽ ഞാൻ സവാള കാണിക്കാതെ ഇരുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം കുക്കായിട്ട് കിട്ടിയാൽ മതി. ഉടഞ്ഞൊന്നും പോവരുത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി റൈസിന് വേണ്ട ഉപ്പ് നമ്മൾ റൈസ് വേവിച്ച സമയത്ത് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് മാത്രമായിരിക്കണം ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന പച്ചക്കറികൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പച്ചക്കറികളാണ് എടുത്തേക്കുന്നത്. ഇതിന് കൂടെ സ്പ്രിംഗ് ഓണിയനൊക്കെ കുറച്ചും കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാത്തത്. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ പച്ചക്കറികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് ചതച്ചതാണ്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പച്ചമുളകിൻ്റെ ആ സ്മെല്ലില്ലേ, ആ പച്ച കുത്തൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസ് ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ സോയാ സോസിൻ്റെ നല്ലൊരു കുത്ത് ഉണ്ടാവും. അപ്പോൾ ആ കുത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എഗ്ഗ് ചേർക്കുന്നില്ല. ഇതും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് തണുത്ത റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 5 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതാണ് കേട്ടോ റൈസും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 തവി യൂസ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ
അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ 2 തവി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ബ്ലാക്ക് പെപ്പറാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് ചേർത്തതിൻ്റെ വീഡിയോ ഇതിലില്ല. ഞാൻ ആ സമയത്ത് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് സോറി. അപ്പോൾ ബ്ലാക്ക് പെപ്പർ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പെപ്പർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പെപ്പറാണുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും കൂടിയും കിട്ടും. അപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെയാണ് കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. ചില്ലി ചിക്കൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.